ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൂറാപ്പല്ലി പാറ്റവിയെ എളുപ്പത്തിൽ തുരത്താൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി നമുക്ക് ഒരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് ഒരല്പം വിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഒരല്പം വിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതുപോലെ ഒരല്പം വിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് ഒരല്പം ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളത്തിൽ നമ്മുടെ വിക്സ് ശരിക്കൊന്ന് അലിഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിക്സ് എളുപ്പത്തിലൊന്ന് അലിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ്പു കേട്ടോ. നമ്മുടെ ഈ ഗ്രാമ്പു കേട്ടോ. അപ്പോൾ ഗ്രാമ്പു ഞാൻ ഇതുപോലെയല്ല ഇട്ട് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് നന്നായി ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഗ്രാമ്പു പൊടിച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചാണ്. ഇനി ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ആക്കണം കേട്ടോ. അപ്പോൾ ഗ്രാമ്പുവിൻ്റെ പൗഡറും നമ്മുടെ വിക്സും ചൂടുവെള്ളവുമാണ് ഇട്ടത്. ഇത് ജസ്റ്റ് നന്നായി ഒന്ന് ഡിസോൾവ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഇത് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിത് മുഴുവനായി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചണ്ടിയാണിത്. അപ്പോൾ ഇനി ഈ മിശ്രിതം വെച്ചിട്ടാണ് നമുക്ക് ഈ കൊത്തളങ്ങ്, ചെറിയ തരത്തിലുള്ള ഈച്ച, പല്ലി എന്നിവയൊക്കെ നമ്മൾ തുരത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഒന്ന് എവിടെയൊക്കെയാണ് അടിച്ചു കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് ഉണ്ടാവില്ല കിച്ചൺ കൗണ്ടറിലാണ്. കിച്ചൺ കൗണ്ടറിൽ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അടിഭാഗങ്ങളിലൊക്കെ സാധാരണ ഫുഡൊക്കെ തൊഴിഞ്ഞിട്ടൊക്കെ അത് പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ ഭക്ഷിക്കാൻ വരാറുണ്ട് നമ്മുടെ പല്ലി, അതുപോലെ പാറ്റ എന്നീ ഐറ്റംസൊക്കെ. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ അടിച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ സ്റ്റോർ റൂമിൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയകളിലാണ് അത്തരത്തിലുള്ള ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. മാത്രമല്ല നമുക്ക് എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിങ്കിലൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഡോറിൻ്റെ പിന്നിലൊക്കെ പല്ലിയുടെ അമിതമായ ശല്യം ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലായി വരുന്ന ഏരിയകൾ എവിടെയാണോ അവിടെ ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് വേണേൽ ഉണ്ടാക്കാം. ഇത് കൂടുതലായി 2-3 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഒഴിവാക്കിയിട്ട് പിന്നെ നിങ്ങൾ വേറെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം.